ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ മികച്ച പ്രകടനത്തിന് പിന്നാലെ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകളിലും അതേ പ്രൗഢി കാത്തുസൂക്ഷിക്കാൻ എല്ലാ രീതിയിലുമുള്ള മുന്നൊരുക്കവും നടത്തിയിരിക്കുകയാണ് ഇന്ത്യ മുന്നണി. ബി കാവിക്കൊടി നാട്ടിയിട്ടുള്ള പ്രദേശങ്ങളിൽ നിന്നും അതൊക്കെ പിഴുതെറിഞ്ഞ് കോൺഗ്രസിന്റെ മൂവർണ പതാക പാറിക്കാനുള്ള തേരോട്ടത്തിലാണ് രാഹുൽ ഗാന്ധിയും നേതാക്കളും. വരാൻ പോകുന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ വേണ്ടി വളരെ വലിയ രീതിയിലുള്ള മുന്നൊരുക്കങ്ങളാണ് കോൺഗ്രസ് നടത്താൻ പോകുന്നത് എന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ബി നിലം പരിശാക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യം മാത്രമേ കോൺഗ്രസിനും ഇന്ത്യ സഖ്യത്തിനും ഉള്ളത്. അതവർ പ്രാവർത്തികമാക്കുക തന്നെ ചെയ്യും. ആ അജണ്ട എക്കാലവും മുന്നിൽ വെച്ചുകൊണ്ടാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. ഒരിക്കലും ഉയർത്തെഴുന്നേൽക്കില്ല എന്ന് പറഞ്ഞ് കോൺഗ്രസിനെ പുച്ഛിച്ചു തള്ളിയ ബി മുന്നിൽ ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ കുതിച്ചുയരുകയായിരുന്നു കോൺഗ്രസ് ചെയ്തത്. പിന്നീട് അങ്ങോട്ട് തിരിഞ്ഞു നോക്കേണ്ട ഒരു അവസ്ഥയും കോൺഗ്രസിനും അതുപോലെ തന്നെ ഇന്ത്യ സഖ്യത്തിനും ഉണ്ടായിട്ടില്ല. അത്തരത്തിൽ ഐക്യത്തോടെ മുന്നോട്ട് പോകുന്ന സഖ്യത്തിൽ നിന്നും വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിർണായക റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വരാനിരിക്കുന്ന ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസുമായി എല്ലാ സീറ്റിലും സഖ്യം ഉറപ്പിച്ചതായി ഫാറൂഖ് അബ്ദുള്ള പ്രഖ്യാപിച്ചു എന്നതാണ് ആ വാർത്ത. തിരഞ്ഞെടുപ്പിന് ശേഷം ജമ്മു കാശ്മീരിൽ ഇന്ത്യ സഖ്യത്തിലെ 3 ഘടക കക്ഷികളായ PDPയും നാഷണൽ കോൺഫറൻസും കോൺഗ്രസും ഒന്നിക്കാനുള്ള സാധ്യതയുണ്ടെന്നും സഖ്യകക്ഷികൾ സൂചന നൽകിയെന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ എന്നിവർ നാഷണൽ കോൺഫറൻസ് പാർട്ടി നേതാക്കളായ ഫാറൂഖ് അബ്ദുള്ള, മകൻ ഒമർ അബ്ദുള്ള എന്നിവരുമായി ശ്രീനഗറിൽ നടത്തിയ ചർച്ചയിലാണ് തീരുമാനമുണ്ടായിരിക്കുന്നത്. ഞങ്ങൾ സൗഹൃദപരമായ അന്തരീക്ഷത്തിൽ നല്ലൊരു കൂടിക്കാഴ്ചയാണ് സാക്ഷ്യം വഹിച്ചത്. സഖ്യം രൂപീകരിക്കാൻ തീരുമാനമെടുത്തു കഴിഞ്ഞു. അത് നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയും ചെയ്യും. നിലവിൽ 90 സീറ്റുകളിലും ഒരുമിച്ച് മത്സരിക്കാനാണ് തീരുമാനം. രാജ്യത്തെ ഭിന്നിപ്പിക്കുന്ന ശക്തികൾക്കെതിരെ ഒരുമിച്ച് പോരാടുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. എത്രയും വേഗത്തിൽ തന്നെ ഇരു പാർട്ടികളും സഖ്യം ഔദ്യോഗികമായി പ്രഖ്യാപിക്കും എന്നായിരുന്നു ഫാറൂഖ് അബ്ദുള്ള പ്രതികരിച്ചത്. 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് സാക്ഷ്യം വഹിക്കുന്നത്. 3 ഘട്ടങ്ങളായി നടക്കുന്ന തെരഞ്ഞെടുപ്പ് സെപ്റ്റംബർ 18 ആരംഭിക്കും. ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി കേന്ദ്ര സർക്കാർ എടുത്തു കളഞ്ഞതിനു ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നത്. 2008 ഇതിനു മുമ്പ് കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യം ജമ്മു കാശ്മീരിൽ അധികാരത്തിൽ വരുന്നത്. അന്ന് ഒമർ അബ്ദുള്ള മുഖ്യമന്ത്രിയായി അധികാരമേറ്റിരുന്നു. എന്നാൽ 2014 തിരഞ്ഞെടുപ്പിൽ ഇരു പാർട്ടികളും സഖ്യമില്ലാതെ മത്സരിച്ചപ്പോൾ PDP ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറുകയായിരുന്നു. അന്ന് BJPയുടെ പിന്തുണയോടെ PDP സർക്കാർ രൂപീകരിച്ചെങ്കിലും 2018 BJP പിന്തുണ പിൻവലിച്ചപ്പോൾ ഭരണം ഗവർണർ ഏറ്റെടുത്തു. അന്ന് കോൺഗ്രസിന് 12 സീറ്റുകളും നാഷണൽ കോൺഫറൻസിന് 15 സീറ്റുകളുമാണ് ലഭിച്ചിരുന്നത്. എന്നാൽ PDP സഖ്യത്തിൽ ചേരാനുള്ള സാധ്യതയെ കോൺഗ്രസ് NC സഖ്യം പൂർണ്ണമായി തള്ളിക്കളഞ്ഞിട്ടില്ല. ആദ്യം തിരഞ്ഞെടുപ്പ് നടക്കട്ടെ, അതിനുശേഷം ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാമെന്ന നിലപാടാണ് ഈ വിഷയത്തിൽ കോൺഗ്രസ് സ്വീകരിച്ചിരിക്കുന്നത്. എന്നാൽ നാഷണൽ കോൺഫറൻസും PDPയും തമ്മിലുള്ള അഭിപ്രായ ഭിന്നതയാണ് സഖ്യം രൂപീകരിക്കുന്നത് വിലങ്ങുതടിയായതെന്നാണ് സൂചനകൾ. CPIഎമ്മും ആം ആദ്മി പാർട്ടിയും സഖ്യത്തിന്റെ ഭാഗമാകും എന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിജയം ഊർജമായി എടുത്തുകൊണ്ടാണ് സഖ്യമുണ്ടാക്കാനുള്ള നീക്കവുമായി കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. ഈ നീക്കങ്ങൾ വിജയിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇതോടെ ജമ്മു കാശ്മീർ നിയമസഭയിൽ BJP ഉണ്ടാവില്ല എന്നത് ഉറപ്പായിരിക്കുകയാണ്.